സമയമാം രഥത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മലബാറിലെ വാണിയംകുളത്ത് നിന്നും കുന്നംകുളം ലക്ഷ്യമാക്കി ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു കാളവണ്ടിയിൽ അയാൾ തനിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ വിരസത അകറ്റാൻ താൻ എഴുതിയ പാട്ട് ഉച്ചത്തിൽ ആലപിച്ചുകൊണ്ടിരിക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഗാനത്തിനൊത്ത് താളം പിടിക്കാൻ കാളകളുടെ കഴുത്തിലെ മണിനാദം മാത്രം. യാത്രക്കാരൻ മറ്റാരുമല്ല, വോൾബ്രിറ്റ് നാഗൽ എന്ന ജർമ്മൻകാരൻ. ആരാണ് ഈ നാഗൽ? ഹെർമൻ ഗുണ്ടാർട്ടിനെ പോലെ സുവിശേഷ ദൗത്യവുമായി മലബാറിലെത്തിയ ബാസൽ മിഷനിലെ ഒരു ജർമ്മൻ മിഷണറി. കണ്ണൂരിലെ മിഷൻ കേന്ദ്രത്തിലായിരുന്നു ആദ്യ നിയമനം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള ഭാഷ വശമാക്കി മലയാളത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ചു. പിന്നീട് ദീർഘകാലം വാണിയംകുളത്തായിരുന്നു പ്രവർത്തന കേന്ദ്രം. പിന്നീട് ബാസൽ മിഷൻ ഫാക്ടറികളുടെ ചുമതലയേറ്റു. ഈ ചുമതലകൾ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് വിലങ്ങ് തടിയാവുമെന്ന് കരുതിയ നാഗൽ സ്വതന്ത്രമായ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു. ബാസൽ മിഷനോട് എന്നേക്കുമായി അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം പിന്നീട് തൃശ്ശൂരും പരിസര പ്രദേശങ്ങളുമായി. കുന്നംകുളമായി ആസ്ഥാനം. അവിടേക്കുള്ള അന്നത്തെ യാത്രയിലാണ് ക്രൈസ്തവ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ സമയമാം രഥത്തിൽ എന്ന ഗാനത്തിൻ്റെ പിറവി. ഈ ഗാനം 1970 പുറത്തിറങ്ങിയ മഞ്ഞിലാസിന്റെ അരനാഴിക നേരം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് കടമെടുത്തു. നാഗൽ സാഹിബിന്റെ രചനയിലെ ചില വരികൾക്ക് അല്പസ്വല്പം മാറ്റം വരുത്തി വയലാർ രാമവർമ്മ അരനാഴിക നേരത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. സംഗീതം നൽകിയ ദേവരാജൻ മാസ്റ്ററാവട്ടെ അതിന് ഹൃദയസ്പർശിയായ ഈണവും നൽകി. 40 വരികളോളം വരും നാഗലിൻ്റെ ഒറിജിനലിന്. രചിച്ച് 70ഓളം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ അരനാഴിക നേരം സിനിമയിലെ പ്രത്യേക സിറ്റുവേഷന് വേണ്ടി ചുരുക്കി, അത്രമാത്രം. സിനിമയിൽ കൂടെ വന്നതുകൊണ്ട് കുറച്ചുകൂടി പ്രചാരം പാട്ടിന് ലഭിച്ചു. ഭാവസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കത്തുന്ന മെഴുകുതിരികൾക്ക് മുൻപിൽ കൈകൾ കൂപ്പി കഥാപാത്രങ്ങളായ ദീനാമ്മയും കുട്ടിയമ്മയും സ്ക്രീനിൽ പാടി അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരായിരുന്നു അത് ഏറ്റുപാടിയത്. എന്നാൽ ഈ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ പിന്നിലും നാഗൽ തന്നെയാണെന്നും പറയപ്പെടുന്നു. ഒരു ഇംഗ്ലീഷ് ഗാനത്തെ അനുകരിച്ച് ചെയ്ത സംഗീതമാണ് സമയമാം രഥത്തിൻ്റേത് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. നാഗലിൻ്റെ ജീവിതം ഇങ്ങനെ. 1867 നവംബർ 3 ജർമ്മനിയിലെ ഹാസൻ എന്ന സ്ഥലത്തായിരുന്നു വോൾബ്രിറ്റ് നാഗലിൻ്റെ ജനനം. 18-ാം വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ ലൂതറൻ വൈദിക സെമിനാരിയിൽ വേദവിദ്യാർത്ഥിയായി 6 വർഷം അദ്ദേഹം ചെലവഴിച്ചു. 1893 ഡിസംബർ മാസത്തിൽ ബാസൽ മിഷണറിയായി നാഗൽ കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വചനസത്യങ്ങളെ അടുത്തറിഞ്ഞത് മൂലം 1896 ബാസൽ മിഷൻ ബന്ധം അവസാനിപ്പിച്ച് സ്വതന്ത്ര പ്രവർത്തകനായി കുന്നംകുളത്ത് എത്തിച്ചേർന്നു. കുന്നംകുളത്തെ നാഗലിൻ്റെ ജീവിതം കണ്ണുനീരിൻ്റെയും ദുരിതങ്ങളുടെയും ഇടനാഴിയിലൂടെയായിരുന്നു. എല്ലാവിധ സുഖസൗകര്യങ്ങളും മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ ഈ മിഷണറി കഷ്ടതയെ പ്രാണസഖിയെ പോലെ സ്വീകരിക്കാൻ തയ്യാറായി. ഇതോടെ ജീവിതത്തിൽ ആദ്യമായി ദാരിദ്ര്യത്തിൻ്റെ സ്വാദ് അനുഭവിക്കേണ്ടി വന്നു. മാറ്റിധരിക്കുവാൻ വേണ്ടത്ര വസ്ത്രമില്ലാതെയും കഞ്ഞിയും മുളകും മാത്രം ഭക്ഷിച്ചും സാമ്പത്തിക ക്ലേശങ്ങൾ സഹിച്ചും ദിവസങ്ങൾ തള്ളി നീക്കിയ നാഗൽ ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും സാധുക്കളായ വിശ്വാസികൾക്ക് കിടപ്പാടമുണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു കൂടുതൽ സമയവും ചെലവഴിച്ചിരുന്നത്. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം, ഇതായിരുന്നു നാഗലിൻ്റെ ആപ്തവാക്യം. കുന്നംകുളത്തെ സുവിശേഷ വയലിലെ കഠിനാധ്വാനത്തിനിടയിൽ മിഷണറി നാഗൽ ശുദ്ധ മലയാളത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് സമയമാം രഥത്തിൽ ഞാൻ എന്നാരംഭിക്കുന്ന ഈ ഗാനം. നാഗൽ എന്ന പ്രേക്ഷിത വര്യന്റെ ആത്മീയ പരിജ്ഞാനവും ദൈവശാസ്ത്ര ദർശനവും ദൈവത്തിങ്കിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രത്യാശയും ഇതിൽ വ്യക്തമാകുന്നുണ്ട്. മലയാള ഭാഷയെ മാതൃഭാഷയെപ്പോലെ സ്നേഹിച്ചാദരിച്ച നാഗൽ 66 ഗാനങ്ങൾ മലയാളത്തിൽ എഴുതി തന്നു. 1914 ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയ മിഷണറിക്ക് പിന്നെ തിരികെ എത്തുവാൻ കഴിഞ്ഞില്ല. ഇതിനകം 1-ാം ലോക മഹായുദ്ധം
പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. 1921 മെയ് 12 ജർമ്മനിയിൽ വെച്ച് താൻ പ്രത്യാശ വെച്ചിരുന്ന സ്വർഗനാട്ടിലേക്ക് മലങ്കരയുടെ പ്രിയങ്കരനായ നാഗൽ യാത്രയായി. ഇന്ന് അദ്ദേഹം വിട പറഞ്ഞിട്ട് 100 വർഷത്തിന് മുകളിലായി. പക്ഷേ ആ ഗാനം ഇന്നും ജനമനസ്സിൽ ജീവിച്ചിരിക്കുന്നു.